മലപ്പുറം പന്തല്ലൂരിൽ മരക്കൊമ്പ് പൊട്ടി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കടമ്പോട് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റ് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി സമീർ ബിൻ കരീമാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. സമീർ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകർന്നു വീഴുമ്പോൾ വലിയ അപകടത്തിനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, അന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45-നാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പന്തല്ലൂർ റൂട്ടിൽ കടമ്പോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായി ഈ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന മരത്തിന്റെ വലിയൊരു കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീഴുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതുവഴി വരികയായിരുന്ന ലോറിയുടെ മുകളിലേക്കാണ് വീണത്. ഉടൻ തന്നെ ഈ മരം വീഴുന്ന അല്ലെങ്കിൽ ഈ കമ്പ് പൊട്ടുന്ന ശബ്ദം കേട്ട് സമീപത്ത് ബസ് നിർത്തിയിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മരത്തിന്റെ കൊമ്പ് നേരെ ഇലക്ട്രിക് കമ്പിയിലേക്ക് വീഴുകയും അങ്ങനെ 2 പോസ്റ്റുകളും ഒപ്പം തന്നെ ഇലക്ട്രിക് കമ്പിയും എല്ലാം തന്നെ തകർന്ന് താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് നേരെ അവിടെ ബസ് കാത്തിൽ നിൽക്കുകയായിരുന്ന ഒരു കുട്ടിയുടെ കാലിലേക്കാണ് പതിച്ചത്. ഈ കുട്ടിയുടെ കാലിന് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റു അപകടം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നേരത്തെ തന്നെ ഈ മരം വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ നാട്ടുകാർ ഇതുവഴി വന്ന വാഹനം തടഞ്ഞു നിർത്തുന്നത് മൂലമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പറയുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. സമാനമായ രീതിയിൽ സമീപത്ത് ഇനിയും ഇത്തരത്തിൽ മരങ്ങളുണ്ടെന്നും അവ മുറിച്ചു മാറ്റാതെ നിലവിൽ വീണ് കിടക്കുന്ന മരം മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ശരി, മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരീം.